കേന്ദ്രം സൃഷ്ടിച്ച പ്രതിസന്ധിക്കിടയിലും ജനങ്ങളെ ചേർത്ത് പിടിച്ച സംസ്ഥാന ബജറ്റ് ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി. നവകേരള സദസ്സിന്റെ പദ്ധതികൾക്കായി 1000 കോടി രൂപ നീക്കിവെച്ചു. റബ്ബറിന്റെ താങ്ങുവില 180 രൂപയാക്കി ഉയർത്തി. 2025 മാർച്ച് 31-നകം ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷം വീടുകളുടെ പൂർത്തീകരണം ലക്ഷ്യമെന്നും ബജറ്റ്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരു ഗഡു DA ഏപ്രിൽ മാസം നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും ജനങ്ങളോടുള്ള കരുതലിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു 2.5 മണിക്കൂർ നീണ്ട ധനമന്ത്രി KN ബാലഗോപാലിന്റെ റെക്കോർഡ് ബജറ്റ് പ്രസംഗം. നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കായി 1000 കോടി രൂപയാണ് ബജറ്റ് നീക്കിവെച്ചത്. 140 മണ്ഡലങ്ങളിലും ഇതിന്റെ പ്രയോജനം ലഭിക്കും. UDF നവകേരള സദസ്സ് ബഹിഷ്കരിച്ചപ്പോൾ മണ്ഡലങ്ങളോട് വിവേചനം കാണിക്കില്ല എന്ന സർക്കാർ വാഗ്ദാനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. അടുത്ത സാമ്പത്തിക വർഷം കൃത്യമായും സമയബന്ധിതമായും സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാനുള്ള ഒരു പ്രത്യേക നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നുള്ളത് ആണ് പറയുന്നത്. 2025 മാർച്ച് 31-നകം ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷം വീടുകളുടെ പൂർത്തീകരണമാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. അടുത്ത 5 വർഷത്തേക്ക് 1132 കോടി രൂപ ബജറ്റ് നീക്കിവെച്ചു. ലൈഫ് പദ്ധതിയിൽ 2 വർഷത്തിൽ 10,000 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരു ഗഡു DA ഏപ്രിൽ മാസത്തെ ശമ്പളത്തിനൊപ്പം നൽകുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധിയിൽ സംസ്ഥാനം കേന്ദ്രത്തിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിട്ടും നടപടിയുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് ബജറ്റിലൂടെ സർക്കാർ ഇടപെട്ടത്. റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടുന്ന ഏക ഗവൺമെന്റ് കേരളത്തിലേതാണ്. കേന്ദ്രം ഇറക്കുമതി വർദ്ധിപ്പിച്ച് വൻകിട റബ്ബർ വ്യവസായികളെ സംരക്ഷിക്കുന്ന നയമാണ് സ്വീകരിച്ചു വരുന്നത്. സാമ്പത്തിക പരിമിതികൾക്കിടയിലും റബ്ബറിന്റെ താങ്ങുവില 180 രൂപയായി വർദ്ധിപ്പിക്കുന്നു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിച്ച് ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരിന് നൽകിയ വിഹിതം തിരികെ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കും. അഷ്വേർഡ് പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് വേണ്ടി പുതിയ സ്കീം രൂപീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി വ്യക്തമാക്കി. ചുരുക്കത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ജനക്ഷേമ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റ് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വിഭവ സമാഹരണത്തിന് ലക്ഷ്യമിടുന്നതാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ ബജറ്റ്. സംസ്ഥാനത്തെ ഭൂമിയുടെ ന്യായവില പരിഷ്കരിക്കും. നദികളിൽ മണൽ വാരൽ പുനരാരംഭിക്കുന്നതോടെ 200 കോടി രൂപയുടെ വരുമാനമാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. 1,38,655 കോടി രൂപ വരവും 1,84,327 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബഡ്ജറ്റ്. നികുതി വരുമാനത്തിൽ 7,845 കോടി രൂപയുടെയും നികുതിയേതര വരുമാനത്തിൽ 1,503 കോടി രൂപയുടെയും വർധനവ് ലക്ഷ്യമിടുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നികുതി നിർദ്ദേശങ്ങൾ കുറവാണ്. നദികളിൽ നിന്ന് മണൽവാരൽ പുനരാരംഭിക്കും. 200 കോടി രൂപയുടെ വരുമാനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഉപയോഗശൂന്യമായ വാഹനങ്ങൾ വിൽക്കും. ഇതിലൂടെ 200 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു. നിയമാനുസൃത നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഭാരതപ്പുഴ, ചാലിയാർ, കടലുണ്ടി പുഴകളിൽ നിന്നും 2024-25 സാമ്പത്തിക വർഷം മണൽ വാരൽ പുനരാരംഭിക്കുന്നു. മണൽ നിക്ഷേപമുള്ള മറ്റ് നദികളിൽ നിന്നും ഘട്ടഘട്ടമായി മണൽ വാരുന്നതാണ്. ഇതിലൂടെ 200 കോടി രൂപ മൊത്ത വരുമാനം പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനം കാര്യക്ഷമമായ രീതിയിൽ സ്ക്രാപ്പിംഗ് നയം രൂപപ്പെടുത്തി നടപ്പിലാക്കും. ഉപയോഗശൂന്യമായ ഫർണിച്ചർ, കണ്ടം ചെയ്ത വാഹനങ്ങൾ തുടങ്ങിയവ നീക്കം ചെയ്യുന്നതിലൂടെ വിവിധ വകുപ്പുകൾക്ക് ധനം സമാഹരിക്കാൻ കഴിയും. ഇതിലൂടെ സർക്കാരിന് ഏകദേശം 200 കോടി രൂപ സമാഹരിക്കാൻ കഴിയും. സംസ്ഥാനത്തെ ഭൂമിയുടെ ന്യായവില പരിഷ്കരിക്കും. ഓരോ വസ്തുവിന്റെയും ഉപയോഗക്രമം അനുസരിച്ചുള്ള ഭൂനികുതി നിശ്ചയിക്കുന്നതിനും നടപടികൾ കൈക്കൊള്ളും. പാട്ടക്കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിനായി ആംനസ്റ്റി സ്കീം കൊണ്ടുവരും. ഇതിലൂടെ കുടിശ്ശിക തീർക്കുന്നവർക്ക് താഴ്ന്ന നിരക്കിൽ പാട്ടക്കരാർ നൽകും. കോടതി നിരക്കുകൾ വർദ്ധിപ്പിക്കും. ഹൈക്കോടതിയിൽ നൽകുന്ന റിവിഷൻ പെറ്റീഷനും ഫീസ് കൂട്ടി. വസ്തുസംബന്ധമായ കേസുകൾ ഫയൽ ചെയ്യാനുള്ള ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാട്ടഭൂമി കെട്ടിട സ്റ്റാമ്പ് ഡ്യൂട്ടി പരിഷ്കരിക്കും. 40 കോടി അധിക വരുമാനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മുൻ ഹൈക്കോടതി ജഡ്ജി ചെയർമാനായ കമ്മിറ്റിയുടെ ശുപാർശകൾ സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ കോർട്ട് ഫീസ് ആൻഡ് സൂട്ട് വാല്യുവേഷൻ ആക്ടിൽ ഉചിതമായ ഭേദഗതികൾ കൊണ്ടുവരും. 2010 ശേഷം ഉണ്ടായിട്ടുള്ള വികസനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമി വിലയിൽ ഉണ്ടായ വർധന കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കുന്നതോടൊപ്പം ഓരോ വസ്തുവിൻ്റെയും ഉപയോഗക്രമം അനുസരിച്ചുള്ള ഭൂനികുതി നിർണ്ണയിക്കുന്നതിനും നടപടികൾ കൈക്കൊള്ളുന്നതാണ്. സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിയ ഇനത്തിൽ പാട്ടത്തുക കുടിശ്ശിക വരുത്തിയിട്ടുള്ള ധാരാളം വ്യക്തികളും സ്ഥാപനങ്ങളുമുണ്ട്. ഈ തുക പിരിഞ്ഞു കിട്ടുന്നതിനായി ആംനസ്റ്റി സ്കീം കൊണ്ടുവരുന്നതാണ്. ആംനസ്റ്റി സ്കീമിലൂടെ കുടിശ്ശിക തീർക്കുന്ന പാട്ടക്കാർക്ക് പുതുക്കിയ പാട്ട നയപ്രകാരം താഴ്ന്ന നിരക്കിൽ പാട്ടം പുതുക്കി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളതാണ്. ആംനസ്റ്റി സ്കീമിലൂടെ കുടിശ്ശിക തീർക്കാത്ത കുടിശ്ശികക്കാരുടെ പാട്ടം റദ്ദ് ചെയ്ത്
ഭൂമി സർക്കാരിലേക്ക് തിരിച്ചെടുക്കുന്നതും ടി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന് റവന്യൂ റിക്കവറി നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നതുമാണ്. സംസ്ഥാനത്തോടുന്ന ടൂറിസ്റ്റ് ബസ്സുകളുടെ രജിസ്ട്രേഷൻ നിരക്ക് കുറയ്ക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതി താഴെ പറയുന്ന പ്രകാരം കുറയ്ക്കുവാൻ തീരുമാനിച്ചു. ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് ഓർഡിനറി സീറ്റ് നിലവിലെ ത്രൈമാസ നിരക്ക് 2250 പെർ സീറ്റ്, നിർദ്ദേശിക്കുന്ന ത്രൈമാസ നിരക്ക് 1500 പെർ സീറ്റ്. ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് പുഷ് ബാക്ക് സീറ്റ് നിലവിൽ 3000 പെർ സീറ്റാണ്, 2000 ആയിട്ട് കുറയ്ക്കണം. ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് സ്ലീപ്പർ ബെർത്ത് 4000 പെർ ബെർത്ത്, അത് 3000 ബെർത്തായിട്ട് കുറയും. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങളുടെ മേൽ അമിതഭാരം ചുമത്തുന്ന നികുതി നിർദ്ദേശങ്ങൾ അധികമായി ബഡ്ജറ്റിലില്ല. പക്ഷേ നദികളിൽ നിന്ന് മണൽ വാരിയും ഉപയോഗശൂന്യമായ വാഹനങ്ങൾ വിറ്റും 400 കോടി രൂപ സമാഹരിക്കുന്ന ക്രിയാത്മക നിർദ്ദേശങ്ങൾ വരെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ക്യാമറമാൻ അജിത് കാരോടിനൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്.